മോർണിംഗ്. നിങ്ങളുടെ സ്വന്തം പ്രിട്ടി മിസ് ആണ്. എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പം നമ്മൾ ഈ ഒരു ബയോളജിയിൽ ലൈഫ് പ്രോസസ് ചാപ്റ്റർ, അതുപോലെ തന്നെ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ചാപ്റ്റർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എപ്പോഴും പറയുന്നതാണ്. പ്രധാനമായിട്ട് നമ്മൾ പറയുന്നതാണ് എന്ത് കൂടുതൽ വെയിറ്റേജ് വരുന്നതും ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസും വരുന്ന ഒരു ഭാഗമാണ് എന്ന്. സോ ഇന്ന് മിസ് വന്നിരിക്കുന്നത് കൺട്രോൾ ആൻഡ് കോർഡിനേഷനിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ്. അതും ഇതുവരെ മുന്നേ വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഓരോ പോയിന്റും ഓരോ ചാപ്റ്ററിലെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്ട്രാ ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും ജോയിൻ ചെയ്യാത്ത മക്കൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽ ലൈവ് ക്ലാസ്സും അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് നല്ല എന്താ ഡയറക്റ്റ് ടു ഡയറക്റ്റ് ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൂടെ നൽകുന്നത്. അതുകൊണ്ട് അത് മിസ്സാക്കാതിരിക്കുക. എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനും പറ്റും. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെയിം ദ ഫംഗ്ഷൻ ഓഫ് ഗസ്റ്റേറ്ററി റിസപ്റ്റർ ആൻഡ് ഓൾഫാക്ടറി റിസപ്റ്റർ ഇൻ ഹ്യൂമൻ ബീങ്സ്. എ ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. ബി എന്ന് പറയുന്നതോ റൈറ്റ് ഇ ആൻഡ് ബി ഇൻ ദ ഗിവൻ ഫ്ലോ ചാർട്ട് ഓഫ് ന്യൂറോൺ ത്രൂ വിച്ച് ഇൻഫർമേഷൻ ട്രാവൽസ് ആസ് ആൻ ഇലക്ട്രിക്കൽ ഇമ്പൾസ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫംഗ്ഷൻ ഓഫ് ജസ്റ്റേറ്ററി റിസപ്റ്റർ ആൻഡ് ഓൾ ഫാക്ടറി റിസപ്റ്റർ ഇൻ ഹ്യൂമൻ ബീങ്സ്. ജസ്റ്റേറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ ടേസ്റ്റ് റെപ്രസെന്റ് ഇൻ ടേസ്റ്റ് ബഡ്സ് ഓൺ ടങ് അല്ലേ? നമ്മുടെ ടങ്ങിലുള്ള ടേസ്റ്റ് ബഡ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് നമ്മുടെ ജസ്റ്റേറ്ററി റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേത് ഓൾ ഫാക്ടറി റിസപ്റ്റേഴ്സോ ദാറ്റ് ആർ ദ റിസപ്റ്റേഴ്സ് ദാറ്റ് ആർ പ്രസന്റ് ഇൻ അവർ നോസ്. നമ്മുടെ നേസൽ ചാമ്പേഴ്സിൽ ഉള്ളതാണ് ഫോർ സ്മെല്ല് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്തുള്ളത്, ഓൾ ഫാക്ടറി റിസപ്റ്റേഴ്സ് ഉള്ളത്. സോ ഫോട്ടോ റിസപ്റ്റേഴ്സ്, ഓൾ ഫാക്ടറി റിസപ്റ്റേഴ്സ്, ജസ്റ്റേറ്ററി റിസപ്റ്റേഴ്സ്, ഫീനോ റിസപ്റ്റേഴ്സ്, തെർമോ റിസപ്റ്റേഴ്സ്, അങ്ങനെ ഓരോ റിസപ്റ്റേഴ്സ് ഉണ്ട് നമ്മുടെ ഓരോ സെൻസ് ഓർഗൻസിലുള്ളത്. അതതായിട്ടുള്ള സെൻസസിനെ നമുക്ക് മനസ്സിലാക്കാനും ആ സ്റ്റിമുലസിനെ റിസീവ് ചെയ്ത് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യാനുമാണ്. സോ റിസപ്റ്റേഴ്സ്, സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക അതിൽ. ദെൻ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് എ ആൻഡ് ബി ഇൻ ദ ഗിവൻ ഫ്ലൂ ചാർട്ട് ആണ്. നമുക്കറിയാം ന്യൂറോണിൻ്റെ സ്ട്രക്ചറിൽ നമ്മുടെ ഈ ഒരു ഇലക്ട്രിക് സിഗ്നൽ ഡെൻഡ്രൈറ്റിൽ നിന്ന് പിന്നെ എങ്ങോട്ട് പോകുന്നു, അവിടെ നിന്ന് പിന്നെ എങ്ങോട്ട് പോകുന്നു, ആൻഡ് ലാസ്റ്റ് എൻഡ് പോയിന്റ് ഓഫ് ന്യൂറോൺ എന്നല്ലേ. അപ്പോൾ സിനാപ്സ് എത്തുന്നവരെ അതിൻ്റെ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഡെൻഡ്രൈറ്റ്, ദെൻ ഡെൻഡ്രൈറ്റിൽ നിന്ന് സെൽ ബോഡി, അവിടെ നിന്ന് ആക്സോൺ, ദെൻ എൻഡ് പോയിന്റ് ഓഫ് ന്യൂറോൺ. ഈ ഒരു ഫ്ലോ ചാർട്ട് ഇങ്ങനെയല്ലാതെ പല രീതിയിലും ചോദിക്കുന്നുണ്ട്. അപ്പം ഈ ന്യൂറോണിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ പാത്വേ, അതിൻ്റെ ഫങ്ഷൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്യണം കേട്ടോ. മൂവിങ് ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ഫോളോയിങ്. തന്നിട്ടുള്ളതിൻ്റെ ഫങ്ഷൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സെൻസറി ന്യൂറോൺ, ക്രേനിയം, വെർട്ടിബ്രൽ കോളം ആൻഡ് മോട്ടോ ന്യൂറോൺ. എന്താണ് ഫങ്ഷൻസ് എന്ന് ഡയറക്റ്റ് ചെയ്താൽ മതി. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണിത്. സോ നമുക്ക് നോക്കാം. സെൻസറി ന്യൂറോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മെയിൻ ഫങ്ഷൻ ഓഫ് എ സെൻസറി ന്യൂറോൺ ഇസ് ടു ട്രാൻസ്മിറ്റ് ഇൻഫർമേഷൻ ഫ്രം റിസപ്റ്റേഴ്സ് ടു സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലേ? റിസപ്റ്റേഴ്സിൽ നിന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക്, നമ്മുടെ സെൻസസിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ സെൻസറി ഓർഗൻസിൽ നിന്ന് വരുന്ന മെസ്സേജസ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ആരാണ്? നമ്മുടെ സെൻസറി ന്യൂറോൺ ആണ്. സോ റിസപ്റ്റേഴ്സിൽ നിന്ന് സെൻസറി ന്യൂറോൺ വഴിയാണ് എന്ത് ചെയ്യുന്നത്, സ്പൈനൽ കോഡിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിലേക്ക് അത് എത്തുന്നത്. വാട്ട് ഇസ് ക്രേനിയം? ക്രേനിയം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ബോക്സ് മെയ്ഡ് ഓഫ് ബോൺസ് ദാറ്റ് പ്രൊട്ടക്ട് ദ ബ്രെയിൻ അല്ലേ? നമ്മുടെ ബ്രെയിനിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിക്കുന്നതാണ്. ബ്രെയിനെ കവർ ചെയ്തിട്ടുള്ള വളരെയധികം പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ടുള്ള ഒരു കോട്ടിംഗ് ആണ് എന്ത്, ആ ഒരു കവറിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രേനിയം എന്ന് പറയുന്നത്. തേർഡ് വൺ ഈസ് വെർട്ടിബ്രൽ കോളം. വെർട്ടിബ്രൽ കോളം എന്താണ്? ഇറ്റ്സ് എ ബോണി സ്ട്രക്ചർ ദാറ്റ് പ്രൊട്ടക്ട് ദ സ്പൈനൽ കോഡ്. നമ്മുടെ സ്പൈനൽ കോഡ് എന്ത് ചെയ്യുന്നു, ആ കവർ ചെയ്ത് എൻക്ലോസ് ചെയ്തിട്ടുള്ളത് എന്താണ്, നമ്മുടെ വെർട്ടിബ്രൽ കോളമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബോണി സ്ട്രക്ചർ ആണ് അതെന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ മോട്ടോർ ന്യൂറോൺ. എന്താ മോട്ടോർ ന്യൂറോൺ എന്ന് പറഞ്ഞാൽ? മെയിൻ ഫംഗ്ഷൻ ഓഫ് എ മോട്ടോർ ന്യൂറോൺ ഈസ് ടു ട്രാൻസ്മിറ്റ് ഇൻഫർമേഷൻ ഫ്രം ദ ബ്രെയിൻ ഓർ സ്പൈനൽ കോഡ് ടു ഔട്ടർ എഫക്റ്റർ ഓർഗൻസ് അല്ലേ? നമ്മൾ സെൻസറി ന്യൂറോൺ പറഞ്ഞു, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് സ്പൈനൽ കോഡ് എന്ന്, അല്ലെങ്കിൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് തിരിച്ച് അതിൻ്റെ റെസ്പോൺസ് ആക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ആര് വഴിയാണ്? മോട്ടോർ ന്യൂറോൺ വഴിയാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇത് വളരെ സ്പെസിഫിക് ആയിട്ട് ഡയഗ്രാം ഒക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ ആപ്പിൽ നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, അത്രയും ഡീറ്റെയിൽഡ് ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിലൂടെ കിട്ടുന്നത്. അതും വളരെ കുറഞ്ഞ ഒരു എമൗണ്ടിൽ 3499 അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ വൈകിട്ടില്ല, വീണ്ടും ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് 2.0 ബാച്ചിലർ ക്ലാസ്സസും കൂടി ലഭിക്കുന്നതാണ് എന്നും കൂടെ ഓർക്കാം. സോ നെക്സ്റ്റ്
മോട്ടോർ ന്യൂറോൺ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത് നോക്കാം, റിഫ്ലക്സ് ആർക്സ് കണ്ടിന്യൂ ടു ബി മോർ എഫിഷ്യൻറ്റ് ഫോർ ക്വിക്ക് റെസ്പോൺസസ്, ജസ്റ്റിഫൈ ദിസ് സ്റ്റേറ്റ്മെന്റ് ഗിവിംഗ് റീസൺ. റിഫ്ലക്സ് ആർക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞതാണ് അല്ലേ. റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുന്നത് വളരെ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സഡൻ സൈമൾട്ടേനിയസ് ആയിട്ട് വരുന്ന റെസ്പോൺസ് ആക്ഷൻ ആണ്. സോ റിഫ്ലക്സ് ആർക്ക് എനേബിൾ ദ ബോഡി ടു ഗിവ് ക്വിക്ക് റെസ്പോൺസസ് ടു ഹാംഫുൾ സ്റ്റിമുലൈ സോ ദാറ്റ് ദ ചേഞ്ചസ് ഓഫ് ഡാമേജ് ടു ബോഡി ആർ ഡിക്രീസ്ഡ്. അപ്പം എത്തരത്തിലുള്ള ഒരു സഡൻ റിയാക്ഷൻ വരുമ്പോൾ അതിനോട് റെസ്പോണ്ട് ചെയ്തിട്ട് ആ വരുന്ന ഒരു എഫക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഓൾസോ പ്രിവെൻറ്റ്സ് ഓവർലോഡിങ് ഓഫ് ബ്രെയിൻ, സോ പ്രിവെൻറ്റ്സ് ഇറ്റ്സ് ഫാറ്റേക്ക് അല്ലേ. ബ്രെയിനിന് എത്തുന്നതിന് മുന്നേ തന്നെ ഈ മെസ്സേജ് എന്ത് ചെയ്യാണ്, റെസ്പോണ്ട് കൊടുക്കുകയാണ്. അതുകൊണ്ട് ബ്രെയിനിൻ്റെ ആ ഒരു ഓവർലോഡിങ് കുറയ്ക്കാൻ സഹായിക്കും. And many animals have very little or none of the complex neuron network needed for the thinking അല്ലേ. ഈ പറയുന്ന ഒരു തിങ്കിങ് പ്രോസസ്സ് അതിൽ സെക്കൻഡറി ഓപ്ഷനായിട്ട് വരുന്നത്. അതിന് മുന്നേ തന്നെ നമ്മുടെ ബോഡി എന്ത് ചെയ്യാണ്, വരുന്ന റിയാക്ഷനെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, റെസ്പോണ്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിഫ്ലക്സ് ആർക്കിൻ്റെ പാത്വേ നിങ്ങൾ ഓർക്കണം. എങ്ങനെയാണ് സ്റ്റിമുലസ് വരുന്നു, അത് റിസെപ്റ്റേഴ്സ് കണ്ടിന്യൂ ചെയ്യുന്നു, ദെൻ സെൻസറി ന്യൂറോൺ, റിലേയിങ് ന്യൂറോൺ, സ്പൈനൽ കോഡിൽ നിന്ന് പിന്നെ മോട്ടോർ ന്യൂറോണിലേക്ക് വരുന്നു, അവിടുന്ന് എഫക്റ്റർ മസിൽസ്. ഈ ഒരു ആർക്ക് ഷേപ്പിലായതുകൊണ്ടാണ് ദ പാത്വേ ഓഫ് റിഫ്ലക്സ് ആക്ഷൻ ഇസ് കോൾഡ് റിഫ്ലക്സ് ആർക്ക്. ഓക്കെ, ക്ലിയർ അല്ലേ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കാം. Then state the function of each of the following plant hormones. Plant hormones ന്റെ ഫങ്ഷൻസ് ആ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കണ്ടതാണ് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ചാപ്റ്ററിൽ നെർവസ് സിസ്റ്റവും അതുപോലെ തന്നെ എൻഡോക്രൈൻ സിസ്റ്റവും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും കൂടെ എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്നിട്ടാണ് നമ്മുടെ ബോഡിയിൽ കൺട്രോളിങ് കോർഡിനേഷൻ നടക്കുന്നത്. സോ ഹോർമോൺസ് ജിബെറലിൻസ്, ഓക്സിൻസ്, എബ്സിസിക് ആസിഡ്. നമ്മുടെ ആനിമൽസിൽ അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിലുള്ള പോലെ തന്നെ പ്ലാന്റ് ഹോർമോൺസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജിബെറലിൻസ് ഹെൽപ്പ് ഇൻ സ്റ്റെം ഇലോങ്ങേഷൻ, കൺട്രോൾ ജെർമിനേഷൻ. ഓക്സിൻസ് പ്രൊമോട്ട് സെൽ ഇലോങ്ങേഷൻ ആൻഡ് ഡിഫറൻഷിയേഷൻ, കൺട്രോൾസ് എംബ്രിയോണിക് ഡെവലപ്മെന്റ്. ആൻഡ് അബ്സിസിക് ആസിഡ് ഇൻക്ലൂഡ്സ് ഡോർമൻസി ഇൻ ബഡ് ആൻഡ് സീഡ്സ്, കൺട്രോൾ ലീഫ് സെനസൻസ് അല്ലേ. ജിബെറലിൻ നമ്മൾ പറയുന്ന ഏതാണ്, മെയിൻ ആയിട്ടും സ്റ്റെമ്മിൻ്റെ ഇലോങ്ങേഷൻ നീളം കൂട്ടാനും അതുപോലെ ജെർമിനേഷൻ ഹെൽപ്പ് ചെയ്യുകയാണ് ജിബെറലിൻസ് ചെയ്യുന്നത്. അതേസമയം ഓക്സിൻസ് എന്ന് പറയുന്നതോ നമ്മൾ പറയും എംബ്രിയോണിക് ഡെവലപ്മെന്റ്, ആ എംബ്രിയോയിൽ നിന്ന് ഡെവലപ്മെന്റ് ആവാനും സെല്ലിന് ഇലോങ്ങേഷൻ നടക്കാനും ഡിഫറൻഷിയേഷൻ, സെല്ല് നല്ല ആക്റ്റീവ് ഡിവിഷൻ നടക്കുന്ന സമയത്തൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്, ഓക്സിൻ ആണ്. പക്ഷേ ഇവർ രണ്ടിനെയും തന്നെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അബ്സിസിക് ആസിഡ് അല്ലേ. കാരണം എന്താണ്, ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ്, അതായത് ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ്. ഇൻഡ്യൂസ് ഡോമൻസി ഇൻ ദ ബഡ് ആൻഡ് സീഡ്സ് ആൻഡ് കൺട്രോൾ ലീഫ് സെനസൻസ്. അതായത് അവസാന സമയത്താവുമ്പം ആ ഒരു ഡോർമൻസി ബഡിൽ അതുപോലെ തന്നെ സീഡ്സിലൊക്കെ എൻഹാൻസ് ചെയ്യുന്നു. ലീഫിൻ്റെ സെന്നസെൻസിൻ്റെ ലീഫ് കൊഴിയാനും സഹായിക്കുന്നത് ആരാണ്, അബ്സിസിക് ആസിഡ് ആണ്. സോ എല്ലാ ഹോർമോൺസും ഓർത്ത് വെക്കുക. സൈറ്റ് ഓഫ് സിന്തസിസ് ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം ആൻഡ് യങ് ലീവ്സ് ആണ്. ജിബെറലിൻസ് മെരിസ്റ്റംസ് ഓഫ് എപ്പിക്കൽ ബഡ്സ് ആൻഡ് റൂട്ട്സിലാണ്. അബ്സിസിക് ആസിഡോ ഇൻ ഗ്രീൻ ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് വിന്ററിംഗ് പീരീഡ്. അപ്പോൾ ഓരോന്നിൻ്റെയും ഫങ്ഷൻസ് പഠിക്കണം, എങ്ങനെയാണ് അത് കണക്ട് ചെയ്ത് വരുന്നതെന്നും പഠിക്കണം. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഈ ഒരൊറ്റ വീഡിയോയിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു 10 മാർക്കിനുള്ളിൽ തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. സോ നല്ല രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇനിയും ക്വസ്റ്റ്യൻസും ഡിസ്കഷനും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ മറക്കണ്ട, എല്ലാ കാര്യങ്ങളും ഇവിടെ ലഭിക്കുന്നതാണ്. സോ സീ യു സോൺ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.